Hi everyone, welcome to Commerce World. Calicut University third semester M.Com ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിത്തെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതായത് സോഴ്സസ് ഓഫ് ലോങ് ടേം ഫിനാൻസ് എന്നുള്ളതാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ. അതായത് തേർഡ് ചാപ്റ്റർ ആയിട്ടും സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത് സോഴ്സസ് ഓഫ് ലോങ് ടേം ഫിനാൻസ് എന്നുള്ളത്. സോ ഈ സോഴ്സസ് എന്നുള്ളതിൽ നമ്മൾ പഠിക്കുന്നത് അതായത് നിങ്ങളുടെ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് എന്നുള്ള കാര്യങ്ങളല്ലേ, ആ കാര്യങ്ങളും അതിന്റെ ടൈപ്സ്, ഫീച്ചേഴ്സ്, ഡിഫറൻസ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ആദ്യം നിങ്ങൾക്ക് വരുന്നത് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ലോങ് ടേം ആസ് വെൽ as ഷോർട്ട് ടേം സോഴ്സസ്. അങ്ങനെയാണ് നമുക്ക് രണ്ട് വിധത്തിലാണ് നമ്മളുടെ ഈ സോഴ്സസിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് പറയുന്നത് ആദ്യത്തെ ലോങ് ടേം സോഴ്സസ് ആണ്. ലോങ് ടേം സോഴ്സസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 ഇയറിലോട്ട് വരുന്നതാണല്ലോ ലോങ് ടേം സോഴ്സസ് എന്ന് പറയുന്നത്. അതിനെ തമ്മിൽ നമ്മൾ കൺവെൻഷണൽ സോഴ്സസ് എന്നും ഇന്നോവേറ്റീവ് സോഴ്സസ് എന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കൺവെൻഷണൽ എന്ന് പറയുന്നത് അതായത് ട്രഡീഷണൽ സോഴ്സസ് എന്നുള്ളതാണ്. നമ്മുടെ ഇക്വിറ്റി ഷെയർസ്, അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ്, അതേപോലെ തന്നെ ഈ റീറ്റെയിൻഡ് ഏർണിങ്സ്, ഡിബഞ്ചേഴ്സ് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ കൺവെൻഷണൽ എന്ന് പറയുന്നതിൽ. ദെൻ ഇന്നോവേറ്റീവ് ആണെങ്കിൽ നോൺ ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഈ വെഞ്ചർ ക്യാപിറ്റൽ, അതേപോലെ തന്നെ സിൻഡിക്കേറ്റഡ് ലോൺസ്, ലീസിങ്, ഫാക്ടറിങ്, പിന്നെ കൺവേർട്ടബിൾ ബോണ്ട്സ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ദെൻ വരുന്നത് ഈ കൺവെൻഷണൽ സോഴ്സസിന്റെ എക്സ്പ്ലനേഷൻ ആണ്. കൺവെൻഷണൽ സോഴ്സസും ഇന്നോവേറ്റീവ് സോഴ്സസ് ആണ്. ദെൻ ഇതിന്റെ കൺവെൻഷണൽ സോഴ്സസിന്റെ എക്സ്പ്ലനേഷൻ. സോ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസ് പർച്ചേസ് ചെയ്യുന്നവരെയാണ് നമ്മളുടെ ഓണേഴ്സ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് നമ്മൾ അവരെ പറയുന്നത്. അതേപോലെ തന്നെ അവർക്ക് ആ ഷെയർസിന്റെ ഡിവിഡൻഡ് കിട്ടാനുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ് അവർക്കില്ല. എല്ലാവർക്കും പേ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആണ് ഇവർക്ക് പേ ചെയ്യുന്നതായിട്ട് വരുന്നത്. ഇവർക്ക് മേ ബി ലാസ്റ്റ് പേ ചെയ്യുന്ന സമയത്ത് കിട്ടാം, കിട്ടാതിരിക്കാം. അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ആ ഡിവിഡൻഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഡിവിഡൻഡ് റേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല. ഓക്കെ, അവർക്ക് പറയുന്നത് അതായത് കൂടുതൽ ലോസ് ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ നമുക്ക് കൊടുത്തു തന്നെയാണ്. ലോസ് ആണെങ്കിലും അല്ലെങ്കിലും എന്തായാലും നമ്മൾ കൊടുക്കണം. പക്ഷെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെയല്ല. ലോസ് ആണെങ്കിൽ കിട്ടില്ല. കൂടുതൽ പ്രോഫിറ്റ് ആണെങ്കിൽ മേ ബി എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കൂടുതൽ പ്രോഫിറ്റ് ഉണ്ട് എന്നാണെങ്കിൽ അവർക്ക് ഇത്രത്തോളം നിന്നില്ല. അവർക്ക് ബാലൻസ് വരുന്നത് മൊത്തം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഇവർക്ക് പേ ചെയ്യുന്നത് നമ്മൾ ഡിവിഡൻഡ് ആയിട്ടാണ് പേ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ പറയുന്നത്. അതേപോലെ തന്നെ ഇവർക്ക് ഫുൾ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ജനറൽ മീറ്റിംഗും കാര്യങ്ങളും എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഇവർക്കുണ്ട്. എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള റൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഉള്ളത് ഇക്വിറ്റി ഷെയർസിനാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. ഓക്കെ, ദെൻ ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് ആണ്. ഒന്ന് പറയുന്നത് ഇവർക്ക് കിട്ടുന്നത് ദേ കനോട്ട് ബി റെഡീം ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് ദ കമ്പനി. അതായത് ലൈഫ് ടൈം ഓഫ് ദ കമ്പനിന്ന് പെട്ടെന്ന് റെഡീം ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല, ബിക്കോസ് അവർ ഓണർ ആണല്ലോ. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വന്നിട്ട് ദേ ഹാവ് ക്ലൈം ഓൺ ദിയർ റെസിഡൻഷ്യൽ ഇൻകം. അതായത് ഇവരുടെ റെസിഡൻഷ്യൽ ഇൻകം ക്ലൈം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വൈൻഡിങ് അപ്പ് എല്ലാം വരുന്ന സമയത്ത് ലാസ്റ്റ് ആയിട്ടാണ് ഇവർക്ക് പേ ചെയ്യുന്നത്. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പറയുന്നത് റിയൽ ഓണേഴ്സ് ആണ്. എല്ലാ വോട്ടിംഗ് റൈറ്റും ഫുൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ദ ലൈബിലിറ്റി ഓഫ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇസ് ലിമിറ്റഡ്. ദെൻ വെനെവർ ദ പബ്ലിക് കമ്പനി ഇഷ്യൂ ഫ്രഷ് ഇക്വിറ്റി ഷെയർ ദേ ആർ ടു ബി ഓഫേർഡ് ഫസ്റ്റ് to the existing equity shareholders. This is known as pre-emptive right എന്ന് കൂടി പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പബ്ലിക് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ഫ്രഷ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആദ്യം കൊടുക്കുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പ്രീഎംപ്റ്റീവ് റൈറ്റ് എന്ന് കൂടി പറയുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. ദെൻ അഡ്വാൻറ്റേജസ് ആണ്. ഇക്വിറ്റി ഷെയർസിന് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് വന്നിട്ട് കമ്പനിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ്. ലോങ് ടേം ആയിട്ടുള്ള ഒരു ഫണ്ട് കിട്ടും, ലോങ് ടേം ആയിട്ടുള്ള സോഴ്സസ് ഓഫ് ഫിനാൻസ് കിട്ടും. അതേപോലെ തന്നെ ഇവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഇല്ലല്ലോ, അപ്പൊ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷൻ ഇല്ല, പേ ചെയ്യണം എന്നുള്ളൊരു ഒബ്ലിഗേഷൻ ഇല്ല. അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർസ് വന്നിട്ട് വിത്തൗട്ട് ക്രിയേറ്റിംഗ് എനി ചാർജസ് ഓൺ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി, ഒരു ചാർജസും ഇല്ലാതെ തന്നെ നമുക്ക് ഇക്വിറ്റി ഷെയർസ് വന്നിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്രെഡിറ്റ് വർത്തിനെസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് കമ്പനിക്ക്. ദെൻ ചീപ്പ് ആൻഡ് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സോഴ്സസ് ഓഫ് ഫിനാൻസ് കൂടിയാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഇതാണ് കമ്പനിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ്. ദെൻ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന അഡ്വാൻറ്റേജസോ, വോട്ടിംഗ് റൈറ്റ് കിട്ടും. അതായത് ഡയറക്ടേഴ്സിനൊക്കെ എലക്ട് ചെയ്യുന്നത് ഇവരാണ്. പിന്നെ വന്നിട്ട് ഹയർ ആയിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ലാർജ് പ്രോഫിറ്റ് ആണെങ്കിൽ. ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും. ദെൻ അതേപോലെ തന്നെ ഷെയർസ് വന്നിട്ട് സെൽ ചെയ്യാനും ലിക്വിഡ് ആയിട്ടുള്ള ഫണ്ട് കിട്ടാനും എല്ലാവർക്കും പറ്റും. ദെൻ ഡിസഡ്വാൻറ്റേജസ് ആണ്. കമ്പനിക്കുള്ള ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസ് മാത്രമായിട്ട് ഇഷ്യൂഡ് ചെയ്യുകയാണെങ്കിൽ
ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, ഓൺലി ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ട്രേഡിംഗ് എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. ദെൻ എക്സസ് ഇഷ്യൂ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർസിന് റിസൾട്ട് വന്നിട്ട് അത്രത്തോളം കിട്ടണമെന്നില്ല, ഓവർ ക്യാപിറ്റലൈസേഷനിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് വന്നിട്ട് ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്വിറ്റിന്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് നോട്ട് ടാക്സ് ഡിഡക്റ്റബിൾ, അതായത് ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ അതിന് ടാക്സും പേ ചെയ്യണം. ഓക്കെ, ഇതാണ് അടുത്ത ഡിസഡ്വാൻറ്റേജസ്. പിന്നെ ഇഷ്യൂ ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർസ് മേ റെഡ്യൂസ് ദ ഏർണിംഗ് പെർ ഷെയർ. അതായത് പുതിയ ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ അത് വന്നിട്ട് നമ്മുടെ കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ വന്നിട്ട് ബാധിക്കുമെന്നാണ് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വന്നിട്ട് ഹാവ് റൈറ്റ് ടു വോട്ട്, അവർക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സിന്റെ പവർ വന്നിട്ട് ലിമിറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിസഡ്വാൻറ്റേജസോ ഇൻകം എന്ന് പറയുന്നത് ഇറഗുലർ ആണ്, അൺസർട്ടനും ആണ്. അതേപോലെ തന്നെ വൈൻഡിങ് അപ്പ് ഒക്കെ വരുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ കുറച്ചായിരിക്കും കിട്ടുന്നത് എമൗണ്ട്, അല്ലെങ്കിൽ ഒന്നും കിട്ടാതെയും പോവാം. ദെൻ if the earning do not increase in proportion of the additional shares issued, the earning per share will fall. അതായത് ഈ ഏർണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊപ്പോർഷൻ ഓഫ് അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്തതിൽ കൂടുതലല്ല എന്നാണെങ്കിൽ ഇത് വന്നിട്ട് നമ്മുടെ പെർ ഷെയറിന്റെ വാല്യൂ കുറയാനുള്ള റീസൺ ആവും. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതാണ് റിസഷൻ വരുന്ന സമയത്ത്, നമ്മുടെ റിസഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർസിന്റെ പ്രൈസ് കുറയും. സോ അങ്ങനെ വരുന്ന സമയത്ത് ക്യാപിറ്റൽ ലോസ് വന്നിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇക്വിറ്റി ഷെയർസ്. ദെൻ ഇതിൽ വരുന്നത് തന്നെയാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനീസിലുള്ള എംപ്ലോയീസിന് നമ്മൾ ഇഷ്യൂ ചെയ്യണതാണ്. എംപ്ലോയീസോ ഡയറക്ടേഴ്സിനോ ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മൾ കൊടുക്കുന്നതിനെയാണ് പറയുന്നത്. ഇത് വന്നിട്ട് അതർ ദാൻ ക്യാഷ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അവൈലബിൾ റൈറ്റ്സും അതേപോലെ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അഡീഷണൽ വാല്യൂ എന്നുള്ളതുള്ള രീതിയിലോട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഈ ഷെയർസ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് അവാർഡ് ആയിട്ടാണ് എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്നത് തന്നെ. ഓക്കെ, ഇതാണ് ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെന്റ് ത്രൂ ആയിട്ട് ഓർഡിനറി ആയിട്ടാണ് നമ്മൾ ഇത് നടത്തുന്നത് തന്നെ. അതേപോലെ തന്നെ ന്യൂ ക്ലോസ് ഓഫ് ഇക്വിറ്റി ഷെയർസിനെയാണ് നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നോൺ വോട്ടിംഗ് ഷെയർസ് ആണ്. നോൺ വോട്ടിംഗ് ഷെയർസ് എന്ന് പറയുന്നത് നമ്മുടെ നോ വോട്ടിംഗ് റൈറ്റിംഗിൽ വരുന്നതാണ്. ഓക്കെ, ഇവർക്ക് വോട്ട് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ ഷെയർ ഹോൾഡർ ആണ്, അവരാണ് ഈ നോൺ വോട്ടിംഗ് ഷെയർസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ജനറൽ മീറ്റിംഗ് വരുന്ന സമയത്ത് ഇവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, പക്ഷെ ഓണറാണ് എന്നാണ് ഈ നോൺ വോട്ടിംഗ് ഷെയർസ് എന്ന് പറയുന്നത്. ദെൻ വരുന്ന രണ്ടാമത്തെ കാറ്റഗറിയാണ് ഈ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിവിഡൻഡ് കിട്ടാനുള്ള ഫസ്റ്റ് റൈറ്റ് എന്നുള്ളത് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിനാണ് ഉള്ളത്. വൈൻഡിങ് അപ്പ് ആവുന്ന സമയത്തും അവർക്കാണ് ആദ്യം നമ്മൾ പേ ചെയ്യുന്നത്. ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് അവർക്ക് കിട്ടുന്നത്. ഇക്വിറ്റി ഷെയർസിനെക്കാട്ടിലും മുന്നിൽ ഇവർക്കാണ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസിൽ പറയുന്നത്. ഓക്കെ, ദെൻ പ്രിഫറൻസ് ഷെയർസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് വന്നിട്ട് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടും. അതേപോലെ തന്നെ ഡിവിഡൻഡ് ഇസ് ടു ബി പേ ബിഫോർ പേയിങ് ഓൺ ദി ഇക്വിറ്റി ഷെയർസ്. ദെൻ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ആവുന്ന സമയത്ത് ക്യാപിറ്റൽ അവർക്ക് റീപേ ചെയ്ത് കൊടുക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വന്നിട്ട് വോട്ടിംഗ് റൈറ്റ് ഇല്ല, പക്ഷെ എക്സംപ്റ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ കേസസോ സ്പെഷ്യൽ സർക്കിംസ്റ്റൻസ് വരുന്ന സമയത്ത് അവരും വോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിട്ട് ദീസ് ആർ റെഡീമബിൾ വിത്തിൻ ദ പീരിയഡ് നോട്ട് എക്സീഡിംഗ് 20 years. അതായത് ഡേറ്റ് ഓഫ് ഇഷ്യൂവിന്റെ 20 yearsന് മുന്നിൽ തന്നെ നമ്മുടെ ഈ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് റെഡീമബിൾ ചെയ്യാനും പറ്റും. പക്ഷെ നമ്മുടെ ഇക്വിറ്റി ഷെയർസിന് റെഡീമബിൾ ചെയ്യാൻ പറ്റത്തില്ല. കമ്പനിയുടെ വൈൻഡിങ് അപ്പിന്റെ മുന്നിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അത് പറ്റും. ദെൻ അതേപോലെ തന്നെ നോൺ പേയ്മെന്റ് ഡിവിഡൻഡ് വരുന്ന സമയത്ത് ഷെയർസ് ഡസ് നോട്ട് ക്രിയേറ്റ് ദ ചാർജ് ഓൺ ദ അസറ്റ്സ്. ഇവർക്ക് വന്നിട്ട് ചാർജും ഇല്ല, പക്ഷെ ഇക്വിറ്റി ഷെയർസിന് ചാർജ് ഉണ്ട്, നമ്മുടെ പ്രിഫറൻസ് ഷെയർസിന് ചാർജും ഇല്ല. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് സെക്യൂരിറ്റിയാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദിസ് ഇസ് ബിക്കോസ് ഇറ്റ് ഹാസ് സം ഫീച്ചേഴ്സ് ഓഫ് ദ ഇക്വിറ്റി ഷെയർസ്. അതേപോലെ തന്നെ നമ്മുടെ മറ്റ് ഇക്വിറ്റി ഷെയർസിനെ വെച്ച് നോക്കുന്ന സമയത്തും അതേപോലെ തന്നെ ഡിബെഞ്ചേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്തും ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ഒക്കെ ഈ പ്രിഫറൻസ് ഷെയർസിന് ഉണ്ട്. ഓക്കെ, ദെൻ ഈ പ്രിഫറൻസ് ഷെയർസിനെ നമ്മൾ ഈ ഹൈബ്രിഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ഹൈബ്രിഡ് സെക്യൂരിറ്റി എന്ന് നമ്മൾ പറയുന്നത്? ഒന്ന് വന്നിട്ട് ഫിക്സഡ് ഡിവിഡൻഡ് ആണ്. അതായത് ഈ ഡിവിഡൻഡ് നമ്മൾ പേ ചെയ്യണത് ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവർക്ക് പേ ചെയ്യുന്നത് തന്നെ. അതേപോലെ തന്നെ ഈ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിസ്ക്രിയേഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ബേസിസിലാവും നമ്മൾ ഇവർക്ക് പ്രിഫറൻസ് ഷെയർസ് കൊടുക്കുന്നത്, പ്രിഫറൻസ് ഷെയർസ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇവർക്ക് ടാക്സും ഇല്ല. ഓക്കെ, ഡിവിഡൻഡ് ഇസ് നോട്ട് ടാക്സ് ഡിഡക്റ്റബിൾ.
ദെൻ ഇതൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. ദെൻ പ്രിഫറൻസ് ഷെയർസിന് വന്നിട്ട് സിമിലർ ടു ഡെപ്റ്റ് സെക്യൂരിറ്റീസ് എന്ന് കൂടി നമ്മൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉള്ളത് കൊണ്ടും അതേപോലെ തന്നെ ഇവർക്ക് അസറ്റ്സ് ലൈക്ക് ഡിബഞ്ചേഴ്സിന് വന്നിട്ട് ഇവർക്ക് ക്ലെയിം ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത് നോർമലി ഇവർക്കില്ല. അതേപോലെ തന്നെ ഇവർക്ക് റെഡീമബിൾ എന്നുള്ള ഒരു നേച്ചർ കൂടിയുണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ റീസൺസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾക്ക് ഈ പ്രിഫറൻസ് ഷെയർസിൽ ഇതിനെ കുറച്ച് ടൈപ്സ് ഉണ്ട്. ഒന്ന് പറയുന്നത് ഈ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണ്. കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് അറിയേഴ്സ് ആണ്. അതായത് മന്ത്ലി ഡിവിഡൻഡ് അല്ല, ഈ മന്തിന്റെ ഡിവിഡൻഡ് നെക്സ്റ്റ് മന്ത് കൊടുത്തു, നെക്സ്റ്റ് മന്തിന്റെ ഡിവിഡൻഡ് ഒരുമിച്ച് കൊടുത്തു, ഇങ്ങനെ വരുന്നതാണ്. അതായത് ക്യാരി ഫോർവേഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതിനെയാണ് സബ്സിക്വന്റ് ഇയേഴ്സിന്റെ കൊടുക്കുന്നതിനെയാണ് കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. നോൺ കുമുലേറ്റീവ് ആണെങ്കിലോ പ്രിഫറൻസ് ഷെയർസിന്റെ ഡിവിഡൻഡ് നമ്മൾ പേ ചെയ്യണത് അറിയേഴ്സ് ഒന്നും ഉണ്ടാവില്ല, കറക്റ്റ് ടൈമിൽ കൊടുത്തു പോകണം. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. ഇന്നാഡിക്വേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പ്രോഫിറ്റ് വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഡിവിഡൻഡ് നമ്മൾ കൊടുക്കണം സബ്സിക്വന്റ് ഇയേഴ്സിൽ തന്നെ. ദെൻ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആണ്. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് നമുക്ക് കൊടുക്കും. അതേപോലെ തന്നെ ഇവർക്ക് നമ്മുടെ സർപ്ലസ് പ്രോഫിറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരു പാർട്ടിസിപ്പേഷനും അവർക്ക് ഉണ്ടാകും. ഇക്വിറ്റി ഷെയർസിന്റെ കൂടെയുള്ള ഒരു പാർട്ടിസിപ്പേഷൻ അവർക്ക് ഉണ്ടാകും. ഓക്കെ, ദെൻ നോൺ പാർട്ടിസിപ്പേറ്റീവ് ആണെങ്കിലോ ഇവർക്ക് വന്നിട്ട് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലാതെ സർപ്ലസ് പ്രോഫിറ്റ് ഒന്നും കിട്ടത്തില്ല. പക്ഷെ അവർക്ക് സർപ്ലസ് പ്രോഫിറ്റിന്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതും കിട്ടും, പക്ഷെ ഇവർക്ക് അതൊന്നും കിട്ടത്തില്ല. ദെൻ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇക്വിറ്റി ഷെയർസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൂടെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് കൺവേർട്ടബിൾ എന്ന് പറയുന്നത്. ദെൻ കുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, CCP ഷെയർസ് എന്ന് പറയുന്നത് അതായത് ഒരു ന്യൂ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഇപ്പം തന്നെ പറയുന്നത്. അത് 1985 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. എന്നാലും ഈ ഷെയർസ് വന്നിട്ട് കൺവേർട്ടബിൾ ഇൻടു ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ 3 to 5 ഇയേഴ്സിനുള്ളിൽ നമ്മൾ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഈ ഷെയർ ഹോൾഡേഴ്സിന് വന്നിട്ട് അറിയേഴ്സ് കിട്ടും. അതേപോലെ തന്നെ അരിയേഴ്സും കൺവേർഷൻ ആയിട്ടാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് 10% ആണ്. ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർസ് വന്നിട്ട് 100 രൂപ എന്നുള്ളതാണ് നമ്മുടെ ഷെയർസിന്റെ ഫേസ് വാല്യൂ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഈ ഷെയർസ് വന്നിട്ട് നമ്മൾ മസ്റ്റ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ഇക്വിറ്റി ഷെയർസ് മാത്രം തന്നെ ആയിരിക്കണം. അതും സ്പെസിഫൈഡ് പീരീഡിൽ തന്നെ ചെയ്തിരിക്കണം. അതും ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് മാത്രമേ ഈ CCP ഷെയർസ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ടൈപ്സിൽ 6 ടൈപ്സ് ആണ്. ഓക്കെ, ദെൻ ഇക്വിറ്റി ഷെയർസും ഈ പ്രിഫറൻസ് ഷെയർസും തമ്മിലുള്ള ഡിഫറൻസോ, ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് സെക്യൂരിറ്റി ആണ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് സെക്യൂരിറ്റി ആണ്. ദെൻ ഇക്വിറ്റി ഷെയർസിന് ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇല്ല, പക്ഷെ ഇവർക്ക് വന്നിട്ട് ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. ദെൻ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആയിട്ടാണ് പേ ചെയ്യേണ്ടത്, പക്ഷെ ഇവർക്ക് പ്രിഫറൻസ് ഷെയർസിന് ആദ്യം തന്നെ പേ ചെയ്യും. പിന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റീപേ ചെയ്യുന്നത് വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രമാണ്. പക്ഷെ ഇവർക്ക് ക്യാപിറ്റൽ റീപേ ചെയ്യുന്നത് നമ്മളുടെ 20 ഇയേഴ്സ് എന്നുള്ള ഒരു പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇവർക്കത് കിട്ടുന്നതായിരിക്കും. പിന്നെ വന്നിട്ട് ഇക്വിറ്റി ഷെയർസ് വന്നിട്ട് വോട്ടിംഗ് റേറ്റ് ഉണ്ട്, പക്ഷെ ജനറൽ കേസിൽ വന്നിട്ട് പ്രിഫറൻസ് ഷെയർസിന് വോട്ടിംഗ് റേറ്റ് ഇല്ല. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന മാത്രമേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉള്ളൂ. പിന്നെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും, ഇവർക്ക് നോമിനൽ വാല്യൂ ഹയർ ആയിരിക്കും. പിന്നെ എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ലോവർ ആണ്, പക്ഷെ ഇവിടെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഹയർ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ആദ്യം കമ്പനിക്കുള്ള അഡ്വാൻറ്റേജസ് ആണ്. കമ്പനിക്കുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഡിവിഡൻഡ് നമ്മൾക്ക് പേ ചെയ്യുന്നത് പ്രോഫിറ്റിലൂടെയാണ്. ഓക്കെ, പ്രോഫിറ്റിലൂടെയാണ് നമ്മൾക്ക് അവർ ഡിവിഡൻഡ് കൊടുക്കുന്നത്. ദെൻ അതേപോലെ തന്നെ ലോങ് ടേം സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ ആണ്. ദെൻ പ്രിഫറൻസ് ഷെയർസ് ഡു നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ നോർമൽ സർക്കിംസ്റ്റൻസിൽ മാത്രമല്ല അവർക്ക് വോട്ടിംഗ് റേറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇത് നോ റിസ്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാവരും കൂടി വോട്ട് ചെയ്യണ്ടല്ലോ. സോ അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കമ്പനിക്ക്. പിന്നെ കമ്പനിക്ക് വന്നിട്ട് ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ഇക്വിറ്റി ചെയ്യുന്ന സമയത്ത് അവർക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും ഹയർ റേറ്റിൽ തന്നെ പ്രിഫറൻസ് ഡിവിഡൻഡിൽ നിന്ന് കിട്ടും. ഓക്കെ, ദെൻ പ്രിഫറൻസ് ഷെയർസ് വന്നിട്ട് ഏതൊരു ചാർജും ഇല്ലാതെ തന്നെ നമുക്ക് ഇഷ്യൂ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസിന് വന്നിട്ട് ഇക്വിറ്റി ഷെയർസിനെ വെച്ച് നോക്കുന്ന സമയത്ത് കോസ്റ്റ് കുറവും തന്നെയാണ്. ഓക്കെ, ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജ് ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് വന്നിട്ട് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ബിഫോർ ഇറ്റ് ഈസ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിന് മുന്നിൽ തന്നെ അവർക്ക് നമ്മൾ കൊടുക്കും. പിന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വന്നിട്ട് നമ്മൾ ഒരു സെർട്ടൻ പീരീഡ് കഴിഞ്ഞത് നമ്മളത് റിട്ടേൺ ചെയ്യും. സോ റിസ്ക് എന്ന് പറയുന്നത് കുറവാണ്. ദെൻ ഫിക്സഡ് ഇൻകം ഷെയർ ഹോൾഡേഴ്സിന് തന്നെ കിട്ടും. ദെൻ ഡിവിഡൻഡ് പറയുന്നത് അരിയേഴ്സ് ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വന്നിട്ട് ആ വോട്ടിംഗ് പവർ അവരെ ഏറ്റെടുക്കും. ഓക്കെ, ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് കമ്പനിക്കുള്ള ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് ഈ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹൈ ആണ്. ഓക്കെ, ദെൻ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയർസിന് ടാക്സും ഇല്ല. ദെൻ
ദേ ആർ ടു ബി റെഡീംഡ് വിത്തിൻ 20 ഇയേഴ്സിൽ അവർക്ക് റെഡീം ചെയ്യാനും പറ്റും. ദെൻ ദർ ഇസ് റിസ്ക് ഓഫ് നോ ഡിവിഡൻഡ്, അതായത് ഒരു ലോസോ ഇന്നാഡിക്വേറ്റ് കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിന്റെ കേസസിൽ ഒരു പെർമനന്റ് ബേർഡൻ ആണ്. അതായത് അരിയേഴ്സ് വരുന്നുണ്ടല്ലോ ഒരു മന്ത്ലി വരുന്ന സമയത്ത് അതൊക്കെ ഒരു ബേർഡൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഷെയർ ഹോൾഡേഴ്സിന് വരുന്ന ഡിസഡ്വാൻറ്റേജസ് ആണ്. ഒന്ന് വന്നിട്ട് വോട്ടിംഗ് റേറ്റ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ വന്നിട്ട് ഷെയർ ഹോൾഡേഴ്സിന് വന്നിട്ട് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് വന്നിട്ട് അവരുടെ ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇയേഴ്സിന്റെ ബേസിസിൽ ഷെയർ ഹോൾഡേഴ്സിന് വന്നിട്ട് ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡോ അതേപോലെ തന്നെ ഹൈ പ്രോഫിറ്റോ ഇല്ല. അതുകൊണ്ട് അവർക്ക് ഫിക്സഡ് ആണല്ലോ. ഓക്കെ, പക്ഷെ അതിൽ കൂടുതലൊന്നും അവർക്കില്ല. ദെൻ ഷെയർ ഹോൾഡേഴ്സിന് വന്നിട്ട് ഏതൊരു ചാർജും ഇല്ല. അസറ്റ്സിന്റെ കമ്പനിയുടെ മുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള അസറ്റ്സിന്റെ മുകളിലോ യാതൊരു ചാർജും വന്നിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് പ്രിഫറൻസ് ഷെയർസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് റീറ്റൈൻഡ് ഏർണിംഗ്സ് ആണ്. റീറ്റൈൻഡ് ഏർണിംഗ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്പനിക്ക് കിട്ടുന്ന ഓരോ കൊല്ലത്തെ പ്രോഫിറ്റ് 13% നമ്മൾ ഫ്യൂച്ചറിലെ അൺസർട്ടിനിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കുന്നതിനെയാണ് റീറ്റൈൻഡ് ഏർണിംഗ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അഡീഷണൽ നീഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. ഇതിന് നമ്മൾ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് കൂടി പറയുന്നുണ്ട്. സെൽഫ് ഫിനാൻസിങ് ഓർ ഇന്റേണൽ ഫിനാൻസിംഗ് എന്നും നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. ഓക്കെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റീറ്റൈൻഡ് ഏർണിംഗ്സിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത്. അഡ്വാൻറ്റേജസ്, കമ്പനിക്കുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് ഇറ്റ് ഡസ് ടു ഇൻവോൾവ് എനി എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, അതായത് ഏതൊരു എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് വരുന്ന സമയത്തും ഈ റീറ്റൈൻഡ് ഏർണിംഗ്സ് കൊണ്ട് നമുക്ക് ഇൻവോൾവ് ആകാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ ഇറ്റ് ഇസ് മോർ ഡിപ്പെൻഡബിൾ ദെൻ എക്സ്റ്റേണൽ സോഴ്സസ്. എക്സ്റ്റേണൽ സോഴ്സസിനെ കാട്ടിലും നമ്മുടെ റീറ്റൈൻഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡബിൾ സോഴ്സസ് തന്നെയാണ്. അതേപോലെ തന്നെ ഒരു എക്കണോമിക്കൽ മെത്തേഡ് ഓഫ് ഫിനാൻസിങ് കൂടിയാണ്. ദെൻ നെക്സ്റ്റ് ഇതിൽ പറയുന്നതാണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ ഇത് വന്നിട്ട് നമ്മുടെ ഈ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനിയുടെ ഒരു കൺട്രോളിനെയും അതേപോലെ തന്നെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിനെ വന്നിട്ട് യാതൊരു വിധത്തിലും ഇത് എഫക്ട് ചെയ്യുന്നില്ല. ദെൻ കമ്പനിയുടെ ഫർദർ ഡെപ്റ്റും അതേപോലെ തന്നെ ഫർദർ ആയിട്ടുള്ള റൈസിംഗ് ഡെപ്റ്റ്സിന് വന്നിട്ട് ഇത് നല്ലൊരു ഡെപ്റ്റ് സെക്യൂരിറ്റി തന്നെയാണ്. ദെൻ അതേപോലെ തന്നെ നമുക്ക് വരുന്ന ഒരു റിസർവ് ഇൻക്രീസ് ആവുന്ന സമയത്ത് ഒരു അക്യുമുലേഷൻ ചെയ്ത് വെക്കാനും ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിനും നമ്മുടെ കമ്പനിക്ക് ഹെൽപ്ഫുൾ ആണ്. ദെൻ നമ്മുടെ ലോങ് ടേം ലൈബിലിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസിന്റെ റെപ്യൂട്ടേഷനും ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതൊക്കെയാണ് അഡ്വാൻറ്റേജസ് കമ്പനിക്ക് വരുന്നത്. ദെൻ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കമ്പനിക്ക് ഒരു ഗുഡ് നെയിം, ഗുഡ് റിസൾട്ട്, ഗുഡ് ഷെയർ ഇൻക്രീസ് വാല്യൂ ഒക്കെ ഉണ്ടാവും. അതായത് ഇത് വന്നിട്ട് ഇൻവെസ്റ്റേഴ്സിന് വന്നിട്ട് ഒരു അഷ്യൂറൻസ് ആണ്, മിനിമം റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടും എന്നുള്ളത്. അതായത് റീറ്റൈൻഡ് ആയിട്ട് ഇത്ര പൈസ ഉണ്ടല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മുടെ ബിസിനസ്സിന്റെ ഒരു കപ്പാസിറ്റിയും ഷെയർ ഹോൾഡേഴ്സിന്റെ ബെനിഫിറ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. ദെൻ ഒരു പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റിനും ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ നമുക്കിനി പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് ക്യാപിറ്റൽ കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യമില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിന്. ദെൻ നേഷൻ സൊസൈറ്റിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫോർമേഷന്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷന്, ദെൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റിക്ക്, ദെൻ അതേപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ വരുന്ന ഫെയിലിയേഴ്സ്, അതേപോലെ തന്നെ കൺട്രിയിൽ വരുന്ന ഫെയിലിയേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പീപ്പിൾസിന്റെയും ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ് അല്ലെങ്കിൽ ഡേഞ്ചേഴ്സ് ആണ് റീറ്റൈൻഡ് ഏർണിംഗ്സ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. എക്സസ് ആയിട്ടുള്ള ഒരു റീറ്റൈൻഡ് ഏർണിംഗ്സ് ആണ് എന്നാണെങ്കിൽ അത് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്നുള്ളതിലോട്ട് പോകും. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റീ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ ഗ്രോ വന്നിട്ട് മോണോപോളി ആയിട്ടുള്ള ഒരു ലെവലിലോട്ട് പോകുന്നതായിരിക്കും. അതേപോലെ തന്നെ എക്സസീവ് ഓഫ് റിഡൻഷൻ ഉണ്ട് എന്നാണെങ്കിൽ ഒരു ഡിസ്സാറ്റിസ്ഫിക്കേഷൻ ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ടുവരുന്നതായിരിക്കും. അതേപോലെ തന്നെ മാനേജ്മെന്റ്സിലുള്ള ആൾക്കാർ ആ റീറ്റൈൻഡ് ഏർണിംഗ്സിനെ മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ചില മാനേജ്മെന്റിന് വന്നിട്ട് വെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കണ്ടീഷൻ ആണ് വരുന്നത്. അതായത് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ്, ഡിവിഡൻഡ് കിട്ടുന്നതിന് തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. പിന്നെ സർട്ടൻ കമ്പനീസിന് വന്നിട്ട് റീറ്റൈൻഡ് ഏർണിംഗ്സ് കൊണ്ട് നമ്മുടെ ഈ സൂപ്പർ പ്രോഫിറ്റ് ടാക്സ് വന്നിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതും ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് റീറ്റൈൻഡ് ഏർണിംഗ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. ഈ റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത് കമ്പനിയുടെ സബ്സ്ക്രിപ്ഷൻ, അതായത് ക്യാപിറ്റൽ എന്നുള്ള രീതിയിലോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ്.
റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. സോ ഈ ഷെയർസ് വന്നിട്ട് ആദ്യം നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. അവർക്കിത് വേണ്ട എന്നാണെങ്കിലാകും നമ്മൾ മറ്റുള്ളവർക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വന്നിട്ട് റിജക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദെൻ അതേപോലെ തന്നെ ഈ ഷെയർ ഹോൾഡേഴ്സ് വന്നിട്ട് ഒന്നില്ലെങ്കിൽ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടാന്ന് തന്നെ വെക്കാം. അത് അവരുടെ ഇഷ്ടമാണ്. ഓക്കെ, കമ്പൽസറി അല്ല. ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ലോവർ കോസ്റ്റ് ആണ്. ഓക്കെ, ദെൻ വന്നിട്ട് ഇതിന് ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ടേഴ്സിന്റെ ഡയറക്ഷനിലൂടെയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ഇമേജ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാപിറ്റൽ റൈസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പബ്ലിക് കമ്പനിക്കാണ് നമ്മൾക്ക് ഈ റൈറ്റ് ഷെയർസ് തന്നെ ഉള്ളത്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ആണ് ഷെയർ ഹോൾഡേഴ്സിന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ നമുക്ക് ലോവർ മാർക്കറ്റ് പ്രൈസിൽ കിട്ടുന്നുണ്ട്. ദെൻ ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്പനിയുടെ കൺട്രോളിനും അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വന്നിട്ട് ഒരു കൺട്രോളിനും വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ലോങ് ടേം ഡെപ്റ്റ് ആണ്. ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോറോയിങ് ഫണ്ട്സിനെയാണ് നമ്മൾ പറയുന്നത്. ലൈക്ക് നമ്മളുടെ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ബാങ്ക്സിൽ നിന്നോ നമ്മൾ എടുക്കുന്നതിനെയാണ് ലോങ് ടേം ഡെപ്റ്റ് എന്ന് തന്നെ നമ്മൾ പറയുന്നത്. ഇത് ഒരു തരത്തിലുള്ള ഒരു ഓണർഷിപ്പ് ഫണ്ട് തന്നെയാണ്. ഇതിൽ തന്നെ നമുക്ക് ടേം ലോണും ഉണ്ട്, ഡിബഞ്ചേഴ്സും ഉണ്ട്. ടേം ലോൺ ആണെങ്കിൽ അത് വന്നിട്ട് ഒരു മീഡിയം ആൻഡ് ലോങ് ടേമിലോട്ട് പോകുന്നതാണ്. സെക്യൂർഡ് ബോറോയിങ്സ് ആണ് എക്സീഡിങ് 5 years എന്നുള്ള റേഞ്ചിലോട്ട് ഉണ്ടാകും. നമ്മളുടെ IDBIയും അതേപോലെ തന്നെ IFCI, ICICI എന്നുള്ള ബാങ്ക്സ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫിക്സഡ് ഓർ വേരിയബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. അത് പറയുന്നത് പീരിയോഡിക്കൽ പേയബിൾ ആണ്. അതേപോലെ തന്നെ സെക്യൂരിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ടേം ലോൺസ് എടുക്കുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് കമ്പനിക്കുള്ളത് പറയുന്നത് ഒന്ന് വന്നിട്ട് നമ്മൾക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് പ്രിഫറൻസ് ഷെയർസിനെ വെച്ച് നോക്കുന്ന സമയത്ത് കുറവാണ്. അതേപോലെ തന്നെ ടാക്സിൽ നിന്ന് ഡിഡക്ട് കിട്ടുന്നുണ്ട്. പിന്നെ കമ്പനിക്ക് വന്നിട്ട് മറ്റുള്ളൊരു അഡ്വാൻറ്റേജ് പറയുമ്പോൾ ഇക്വിറ്റീൻ്റെ അത്ര റേറ്റ് വരുന്നില്ല, ഏർണിങ്സ് അത്രത്തോളം വരുന്നില്ല എന്നാണെങ്കിലും നമ്മൾക്ക് ഓക്കെ എന്നുള്ളൊരു ടേം ലോൺസിൽ നമുക്ക് പോകാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ ഈ ടേം ലോൺസിൽ വന്നിട്ട് നമ്മൾക്ക് ലോസസ് വരുന്നില്ല. ഓക്കെ, നമ്മൾക്ക് എവിടെയെങ്കിലും ഇക്വിറ്റി ഷെയറിൽ ഇഷ്യൂ ചെയ്താണെങ്കിൽ അത് ലോസ് അല്ലേ. പക്ഷെ ടേം ലോൺ നമ്മൾക്ക് ലോസ് വരുന്നില്ല. നമ്മൾ എടുത്ത പൈസക്കല്ല നമ്മൾ അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ദെൻ ഇതിന് വോട്ടിംഗ് റേറ്റ് ഒന്നുമില്ല. ഷെയർസിന് വോട്ടിംഗ് റേറ്റ് ഉള്ളൂ, പക്ഷെ നമുക്ക് ലോൺസിന് വോട്ടിംഗ് റേറ്റ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ലെൻഡേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് ആണ്. ലെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർക്ക് വന്നിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. അതേപോലെ തന്നെ സെക്യൂർഡ് ആണ്. പിന്നെ സെവറൽ റിസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റിയും കൂടിയാണ്. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജസ് കമ്പനിക്ക് വരുന്നത് വെച്ചാൽ ഒന്ന് വന്നിട്ട് ആ ലോൺ നമ്മൾ കറക്റ്റ് ടൈമിന് പേ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെയാണ് ലോസ്. പിന്നെ വന്നിട്ട് അത് നമ്മൾ കറക്റ്റ് ടൈമിന് റീപേ ചെയ്ത് കൊടുക്കണം. അല്ലാന്നാണെങ്കിൽ അത് കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്നതോട്ട് വരെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അതും കൂടി നമ്മൾ എടുത്ത് അടയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ വന്നിട്ട് മോർക്കേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ടേംസ് ലോൺസിൽ നമ്മൾ മോർക്കേജ് വെച്ചിട്ട് അസറ്റ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് തന്നെ. പിന്നെ വന്നിട്ട് നമ്മുടെ ടേം ലോൺസ് ഇൻക്രീസ് ആവുന്നത് ചിലപ്പോൾ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ റിസ്ക് ആവും. അതായത് ഒരു കൊല്ലം നമ്മൾ ലോണേ അടച്ചില്ല എന്നാണെങ്കിൽ അത് അത്രത്തോളം റിസ്ക് അല്ലേ. പിന്നെ ഡയറക്ടേഴ്സിനെ വന്നിട്ട് നമ്മൾ നോമിനേറ്റ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് അവർ കൂടി ഇന്റർഫെയർ ചെയ്യേണ്ടതായിട്ട് വരും. ആ അഫയേഴ്സും കാര്യങ്ങളും ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജസ് വന്നിട്ട് ലെൻഡേഴ്സിനുള്ള ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ വോട്ടിംഗ് റൈറ്റ് ഇല്ല. പിന്നെ വന്നിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യാനായിട്ട് ഒരു നെഗോഷ്യബിൾ സെക്യൂരിറ്റീസ് വെച്ചാണ് നമ്മളത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് തന്നെ. പക്ഷേ ദ ടേം ലോൺ ഓർ നോട്ട് റെപ്രസെൻറ്റേറ്റ് ബൈ നെഗോഷ്യബിൾ സെക്യൂരിറ്റി തന്നെ. താങ്ക്സ് ഫോർ വാച്ചിങ്.